ഖത്തറിൽ ജോലി കിട്ടുക എന്നുള്ള അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് എനിക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴേ മനസ്സിലായി. സോ ഗൈസ്, ഐ എം ഫാത്തിമ. ദിസ് ഈസ് മൈ പാർട്ട് 2 ഓഫ് ഖത്തർ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് സ്റ്റോറി. അപ്പം ഫോളോ ചെയ്ത് നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണണ്ടേ. അപ്പം വായോ വീഡിയോയിലോട്ട് പോവാം. പാർട്ട് 1 ഞാൻ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ആണല്ലേ പറഞ്ഞത്. അതിനുശേഷം ഞാൻ പിന്നെയും ഇന്റർവ്യൂവിന് പോയി ജോലിക്ക് അപ്ലൈ ചെയ്ത് ഇത് അങ്ങനെ ഒരു ലൂപ്പ് പോലെ അങ്ങ് നീണ്ടുപോയി. മുമ്പോട്ട് പോകെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കൈയിരിക്കുന്ന എന്റെ കോൺഫിഡൻസ് കുറഞ്ഞു വന്നേ. കാരണം ഇവിടെ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളിപ്പം ഒരു ജോലി പ്രതീക്ഷിച്ച് ഖത്തറിൽ വരുന്ന ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ ആരെങ്കിലും ഒരാളെ കണ്ടെത്തി വെക്കണേ. 80% ഫ്രഷേഴ്സും പെട്ടെന്ന് ജോലിക്ക് കയറാനുള്ള ഒരു മെയിൻ റീസൺ ഇതാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടാ, ഞാൻ ചിലരുടെ കാര്യമാണ് പറഞ്ഞത്. ചിലർക്ക് പെട്ടെന്ന് ജോബ് കിട്ടുന്നവരും ഉണ്ട്, പക്ഷെ മെജോറിറ്റിയും ഫ്രഷേഴ്സിന് ജോലി കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഖത്തറിലുള്ളത്. അങ്ങനെ കുറച്ച് നാൾ ജോബിന് പിറകെയായിരുന്നു. രാവിലെ എണീക്കുക, ജോബ് അപ്ഡേഷൻസ് നോക്കുക, വേക്കൻസിക്ക് അപ്ലൈ ആക്കുക, ഇത് തന്നെയായിരുന്നു എന്റെ മെയിൻ പരിപാടി ഒരിടയ്ക്ക്. ഫൈനലി വെയിറ്റ് ചെയ്ത് എന്റെ ഫസ്റ്റ് ജോബ് എനിക്ക് റെക്കമെൻഡേഷൻ ത്രൂ സെറ്റായി. ആ ഒരു ടൈമിൽ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. എനിക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കര മോശമായിരുന്നു ആ ഒരു ടൈമിൽ. അങ്ങനെ ഞാൻ നാട്ടിലോട്ട് കയറിപ്പോയി. നാട്ടിൽ പോയി തിരിച്ച് ഖത്തറിൽ വരാൻ ടൈമിൽ ഞാൻ ഫസ്റ്റ് സെർച്ച് ആക്കിയത് വർക്ക് ഫ്രം ഹോമിനെ പറ്റിയിട്ടാണ്. കുറെ സെർച്ച് ചെയ്തിട്ട് അവസാനം എനിക്ക് പറ്റിയ 2-3 ഞാൻ കണ്ടെത്തിയത്. അപ്പം വർക്ക് ഫ്രം ഹോമിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. അപ്പൊ ഇത്രയാണ് എന്റെ ഖത്തറിലുള്ള ഇന്റർവ്യൂ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഖത്തറിൽ ജോലി തപ്പി വരാൻ നിൽക്കുന്നെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയറും കൂടെ ചെയ്യണേ. ഇതുപോലത്തെ ഖത്തറിലെ കുട്ടി സ്റ്റോറി കേൾക്കാനും ഖത്തറിൽ ഇനിയുള്ള എന്റെ വിശേഷങ്ങൾ അറിയാനും എന്റെ അക്കൗണ്ട് ഫോളോ ആക്കാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ ഞാൻ ചെറിയ ടിപ്സുകൾ പറഞ്ഞുതരാം ജോലി കിട്ടാനുള്ള. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.